ജഡത്തിൽ വന്ന ദൈവവും വിശുദ്ധന്മാരും എന്ന ശീർഷകത്തോടെ ഇന്ന് നമുക്ക് ദൈവവചനം പഠിക്കാം. ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ് മുൻകാല സഭയിലെ വിശുദ്ധന്മാർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുകയും അനുഗ്രഹീതമായ ഒരു ജീവിതം നയിക്കുകയും ചെയ്തു. ഇന്ന് നമുക്ക് അവരുടെ സാഹചര്യം പരിശോധിക്കാം. ബൈബിളിലെ ഉപദേശങ്ങൾ നോക്കുമ്പോൾ ദൈവം ജഡത്തിൽ വരുന്നതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ആദിമസഭയിലെ വിശുദ്ധന്മാർ ചെയ്തതുപോലെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ നാം ഏതുതരം വിശ്വാസത്തോടെയാണ് ദൈവത്തെ സ്വീകരിക്കേണ്ടത്? നമുക്ക് ഈ കാര്യത്തെക്കുറിച്ച് ഒരുമിച്ച് ചിന്തിക്കാം. നമുക്ക് രക്ഷയുടെ ജ്ഞാനം നൽകുവാൻ എഴുതപ്പെട്ട ബൈബിൾ എഴുതിയത് ആത്മാവിനാൽ പ്രചോദിതരായ പ്രവാചകന്മാർ അല്ലേ? ആദ്യം പഴയ നിയമത്തിലെ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രവചനങ്ങളെക്കുറിച്ച് നമുക്ക് പഠിക്കാം. യെശയ്യാവ് 9-ാം അധ്യായത്തിലേക്ക് നമുക്ക് പോകാം. നമുക്ക് 6-ാം വാക്യം ഒരുമിച്ച് നോക്കാം. യെശയ്യാവ് 9-ാം അധ്യായം 6-ാം വാക്യം. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിൽ ഇരിക്കും, അവൻ അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനപ്രഭു എന്നു പേർ വിളിക്കപ്പെടും. അവന്റെ ആധിപത്യത്തിന്റെ വർധനയ്ക്കും സമാധാനത്തിനും അവസാനം ഉണ്ടാകയില്ല. ദാവീദിന്റെ സിംഹാസനത്തിലും അവന്റെ രാജത്വത്തിലും ഇന്നുമുതൽ എന്നേക്കും അവൻ അതിനെ ന്യായത്തോടും നീതിയോടും കൂടെ സ്ഥാപിച്ചു നിലനിർത്തും. സൈന്യങ്ങളുടെ യഹോവയുടെ തീക്ഷ്ണത അതിനെ നിവർത്തിക്കും. യേശു ഈ ഭൂമിയിൽ ജനിക്കുന്നതിന് 700 വർഷം മുമ്പ് ജീവിച്ചിരുന്ന പ്രവാചകനായിരുന്നില്ലേ യെശയ്യാവ്? അദ്ദേഹത്തിന്റെ എഴുത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവചനം ഉണ്ടായിരുന്നു. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, അവൻ അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനപ്രഭു എന്നു പേർ വിളിക്കപ്പെടും. ചുരുക്കി പറഞ്ഞാൽ ദൈവം ഒരു ശിശുവായി ഈ ഭൂമിയിൽ ജനിക്കുകയും ഒരു പുത്രനായി വരികയും ചെയ്യും. ഇതാണ് യെശയ്യാവ് 9-ാം അധ്യായത്തിലെ പ്രവചനം. ദൈവം ജഡത്തിൽ വരുന്നതിനെക്കുറിച്ച്, അതായത് മിശിഹായെക്കുറിച്ച് 700 വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാവ് ഇങ്ങനെ പ്രവചിച്ചില്ലേ? മാത്രമല്ല, യെശയ്യാവ് 53-ാം അധ്യായത്തിൽ ഈ ഭൂമിയിൽ ദൈവം എന്തുതരം ജോലി നിർവഹിക്കുമെന്ന് പൂർണ്ണമായി വിശദീകരിച്ചിരിക്കുന്നു. നമുക്ക് യെശയ്യാവ് 53-ാം അധ്യായം നോക്കാം. യെശയ്യാവ് 53-ാം അധ്യായം എടുക്കുന്നതിലൂടെ ദൈവം ജഡത്തിൽ വരുമ്പോൾ എന്തു ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. നമുക്ക് 53-ാം അധ്യായം 1-ാം വാക്യം നോക്കാം. ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? യഹോവയുടെ ഭുജം ആർക്കു വെളിപ്പെട്ടിരിക്കുന്നു? അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്തുനിന്ന് വേർ മുളയ്ക്കുന്നതു പോലെയും അവന്റെ മുമ്പാകെ വളരും. അവനു രൂപഗുണം ഇല്ല, കോമളത്വം ഇല്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവും ഇല്ല. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായും ഇരുന്നു. അവനെ കാണുന്നവർ മുഖം മറച്ചുകളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു. നാം അവനെ ആദരിച്ചതുമില്ല. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചുമിരിക്കുന്നു എന്നു വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേൽ ആയി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്കു സൗഖ്യം വന്നുമിരിക്കുന്നു. നാം എല്ലാവരും ആടുകളെപ്പോലെ തെറ്റിപ്പോയിരുന്നു. നാം ഓരോരുത്തനും താന്താന്റെ വഴിക്കു തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി. യെശയ്യാവ് 9-ഉം 53-ഉം അധ്യായങ്ങളിലൂടെ യേശു ജനിക്കുന്നതിന് 700 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം ഈ ഭൂമിയിൽ ഏതുതരം പാതയിലൂടെ നടക്കുമെന്ന് ബൈബിൾ മുൻകൂട്ടി പറഞ്ഞിരിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും.
യേശു നടക്കേണ്ട ഓരോ പാതയും നേരത്തെ തന്നെ പ്രവചിക്കപ്പെട്ടിരുന്നു. അവിടുന്ന് ദൈവമാണെങ്കിലും അവിടുന്ന് അത്തരമൊരു ജീവിതം നയിക്കും. അവിടുന്ന് ജനങ്ങളാൽ തിരസ്കരിക്കപ്പെടുകയും നിന്ദിക്കപ്പെടുകയും ചമ്മട്ടിയാൽ അടിക്കപ്പെടുകയും ചെയ്യും. അവിടുന്ന് നമ്മുടെ പാപങ്ങളുടെ സകല ഭാരവും വഹിക്കും. അവിടുന്ന് കഷ്ടപ്പാടുകൾ സഹിക്കും. ഇതായിരുന്നു ജഡത്തിൽ വന്ന ദൈവത്തെക്കുറിച്ചുള്ള പ്രവചനം. യെശയ്യാവ് 9-ാം അധ്യായം 6-ാം വാക്യത്തിൽ നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ ശിശു ആരാണ്? ശക്തനായ ദൈവവും നിത്യപിതാവും. ലളിതമായി പറഞ്ഞാൽ പിതാവായ ദൈവം ജഡത്തിൽ ഈ ഭൂമിയിലേക്ക് വരുമെന്നല്ലേ ഇതിനർത്ഥം? അങ്ങനെയെങ്കിൽ അവിടുന്ന് ഏതുതരം ജോലിയാണ് പൂർത്തീകരിക്കുന്നത്? അവിടുന്ന് ജഡത്തിൽ വന്നതിന്റെ കാരണം യെശയ്യാവ് 53-ാം അധ്യായത്തിൽ വിശദീകരിക്കുന്നു. അവൻ നമ്മുടെ വേദന ഏറ്റെടുക്കുകയും നമ്മുടെ പാപങ്ങളുടെ സകല ഭാരങ്ങളും വഹിക്കുകയും ചെയ്യും എന്ന് പ്രവചിക്കപ്പെടുന്നു. യെശയ്യാവ് 53-ാം അധ്യായത്തിൽ നമുക്ക് ഈ പ്രവചനത്തെക്കുറിച്ച് സ്ഥിരീകരിക്കാം. ദൈവം ഈ ഉദ്ദേശ്യത്തോടെയാണ് ഭൂമിയിലേക്ക് വന്നതെങ്കിൽ മനുഷ്യരാശി എന്താണ് ചെയ്യേണ്ടത്? അവർ എല്ലാ ദിവസവും അവിടുത്തെ സേവിക്കണം. നിങ്ങൾക്ക് ഇതിൽ സമ്മതമല്ലേ? എന്നിരുന്നാലും അവിടുന്ന് ദൈവമാണെങ്കിലും 3-ാം വാക്യത്തിൽ അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും ത്യജിക്കപ്പെടുകയും ചെയ്തു എന്ന് എഴുതിയിരിക്കുന്നു. അവിടുന്ന് ദൈവമാണെങ്കിലും അവിടുത്തെ ആരും സ്വാഗതം ചെയ്തില്ല, മറിച്ച് മനുഷ്യരാശിയാൽ തിരസ്കരിക്കപ്പെടും. ദൈവം ജഡത്തിൽ ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ ആദിമസഭയിലെ വിശുദ്ധന്മാർ ഏതുതരം വിശ്വാസത്തോടെയാണ് ക്രിസ്തുവിനെ സ്വീകരിച്ചത്? പെന്തെക്കോസ്ത നാളിൽ അവർ മർക്കോസിന്റെ മാളികമുറിയിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നതുവരെയുള്ള പ്രക്രിയയെ നാം സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഈ അവസാന യുഗത്തിൽ സ്വർഗീയ പിതാവിലും സ്വർഗീയ മാതാവിലും നമുക്ക് എങ്ങനെയുള്ള വിശ്വാസമുണ്ടായിരിക്കണം എന്നതിനെക്കുറിച്ചുള്ള ജ്ഞാനം നമുക്ക് നേടുവാൻ കഴിയും. കൂടാതെ അങ്ങനെ ചെയ്യുന്നതുവഴി നമുക്ക് പിന്മഴയുടെ പരിശുദ്ധാത്മാവിനെ ധരിക്കുവാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. മത്തായി 26-ാം അധ്യായം എടുക്കുന്നതിലൂടെ നമുക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് ജഡത്തിൽ ഈ ഭൂമിയിലേക്ക് വന്ന യേശുവിനെ ജനങ്ങൾ സ്വീകരിച്ചപ്പോൾ അവർക്ക് എങ്ങനെയുള്ള വിശ്വാസമുണ്ടായിരുന്നുവെന്ന് നമുക്ക് നോക്കാം. നമുക്ക് മത്തായി 26-ാം അധ്യായം 6-ാം വാക്യം നോക്കാം. നമുക്ക് 6-ാം വാക്യം നോക്കാം. യേശു ബേഥാനിയിൽ കുഷ്ഠരോഗിയായിരുന്ന ശീമോന്റെ വീട്ടിൽ ഇരിക്കുമ്പോൾ ഒരു സ്ത്രീ വിലയേറിയ പരിമളതൈലം നിറഞ്ഞ ഒരു വെൺകൽ ഭരണി എടുത്തുകൊണ്ട് അവന്റെ അടുക്കെ വന്നു. അവൻ പന്തിയിൽ ഇരിക്കുമ്പോൾ അത് അവന്റെ തലയിൽ ഒഴിച്ചു. ശിഷ്യന്മാർ അത് കണ്ടിട്ടു മുഷിഞ്ഞു. ഈ വെറും ചെലവ് എന്തിന്? ഇതു വളരെ വിലയ്ക്കു വിറ്റു ദരിദ്രർക്കു കൊടുക്കാമായിരുന്നുവല്ലോ എന്ന് പറഞ്ഞു. യേശു അത് അറിഞ്ഞ് അവരോട്, സ്ത്രീയെ അസഹ്യപ്പെടുത്തുന്നത് എന്ത്? അവൾ എങ്കൽ നല്ല പ്രവൃത്തിയല്ലോ ചെയ്തത്. ദരിദ്രർ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും അടുക്കെ ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ഇല്ലതാണ്. അവൾ ഈ തൈലം എന്റെ ദേഹത്തിന്മേൽ ഒഴിച്ചത് എന്റെ ശവസംസ്കാരത്തിനായി ചെയ്തതാകുന്നു. ലോകത്തിൽ എങ്ങും ഈ സുവിശേഷം പ്രസംഗിക്കുന്നിടത്തെല്ലാം അവൾ ചെയ്തും അവളുടെ ഓർമ്മയ്ക്കായി പ്രസ്താവിക്കും എന്നു ഞാൻ സത്യമായിട്ടു നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. യേശുവിന് ചുറ്റും നിരവധി ജനങ്ങൾ ഉണ്ടായിരുന്നു. യെശയ്യാവ് 53-ാം അധ്യായം 3-ാം വാക്യം എഴുതിയിരിക്കുന്നതുപോലെ അവൻ മനുഷ്യരാശിയാൽ തിരസ്കരിക്കപ്പെട്ടു. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ അവിടുന്ന് നിന്ദിക്കപ്പെട്ടു. ഇതാണ് ജഡത്തിൽ വന്ന ദൈവമായ യേശുവിനെക്കുറിച്ചുള്ള പ്രവചനം. യെശയ്യാ പ്രവാചകൻ ഈ പ്രവചനം ഏകദേശം 700 വർഷങ്ങൾക്ക് മുമ്പ് പ്രവചിച്ചു. പ്രവചനങ്ങളിൽ പ്രവചിച്ചിരിക്കുന്നതുപോലെ തന്നെയാണ് പലരും യേശുവിനോട് പെരുമാറിയത്. അവർ യേശുവിനെ നിരസിക്കുകയും നിന്ദിക്കുകയും അവിടുത്തെ കല്ലെറിയാൻ ശ്രമിക്കുകയും അവിടുത്തെ ഉപദേശങ്ങൾ പരസ്യമായി നിന്ദിക്കുകയും ചെയ്തു. എങ്കിലും ഈ വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നതുപോലെ അവനെ മഹത്തായ വിശ്വാസത്തോടെ സ്വീകരിച്ചവരും ഉണ്ടായിരുന്നു.
വിലയേറിയ പരിമളതൈലം നിറഞ്ഞ ഒരു വെൺകൽ ഭരണി ഇന്നത്തെ ഒരു വർഷത്തെ വേതനം പോലെയാണ്. അത് അങ്ങേയറ്റം മൂല്യവത്താണ്. അവൾ ആ വിലയേറിയ പരിമളതൈലത്തിന്റെ പാത്രം പൊട്ടിച്ച് യേശുവിന്റെ ശിരസിൽ ഒഴിച്ചു. അവൾ ഈ പരിമളതൈലം എന്റെ ദേഹത്തിന്മേൽ ഒഴിച്ചത് എന്റെ ശവസംസ്കാരത്തിനായി ചെയ്തതാകുന്നു. ലോകത്തിൽ എങ്ങും ഈ സുവിശേഷം പ്രസംഗിക്കുന്നിടത്തെല്ലാം അവൾ ചെയ്തും അവളുടെ ഓർമ്മയ്ക്കായി പ്രസ്താവിക്കും എന്ന് യേശു പറഞ്ഞു. ആ സ്ത്രീയുടെ വിശ്വാസത്തെക്കുറിച്ചുള്ള യേശുവിന്റെ പ്രശംസ എന്താണ് സൂചിപ്പിക്കുന്നത്? ദൈവം ജഡത്തിൽ ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ പലരും യേശുവിനോട് മോശമായി പെരുമാറി. അവർ അവിടുത്തെ പരിഹസിക്കുകയും നിന്ദിക്കുകയും വെറുക്കുകയും നിരസിക്കുകയും ചെയ്തു. എന്നിരുന്നാലും ഈ സ്ത്രീ അവിടുത്തെ വളരെയധികം ബഹുമാനിച്ചു. അവൾ കണ്ണുനീർ കൊണ്ട് യേശുവിന്റെ പാദങ്ങൾ നനയ്ക്കുകയും തന്റെ മുടി കൊണ്ട് തുടയ്ക്കുകയും ചെയ്തു. പാപികളെ രക്ഷിക്കുവാനായി വന്ന മിശിഹ എന്ന നിലയിൽ അവൾ അവിടുത്തെ ശരിയായി ആരാധിച്ചു. അത്തരം വിശ്വാസം പ്രകടിപ്പിച്ചത് ഈ സ്ത്രീ മാത്രമല്ല. നമുക്ക് മത്തായി 8-ാം അധ്യായം 5-ാം വാക്യം നോക്കാം. മത്തായി 8-ാം അധ്യായം 5-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അവൻ കഫർനഹൂമിൽ എത്തിയപ്പോൾ ഒരു ശതാധിപൻ വന്ന് അവനോട്, കർത്താവേ, എന്റെ ബാല്യക്കാരൻ പക്ഷവാതം പിടിച്ചു കഠിനമായി വേദനപ്പെട്ടു വീട്ടിൽ കിടക്കുന്നു എന്ന് അപേക്ഷിച്ചു പറഞ്ഞു. അവൻ അവനോട്, ഞാൻ വന്ന് അവനെ സൗഖ്യമാക്കും എന്ന് പറഞ്ഞു. അതിനു ശതാധിപൻ, കർത്താവേ, നീ എന്റെ പുരയ്ക്കകത്തു വരുവാൻ ഞാൻ യോഗ്യനല്ല. ഒരു വാക്കുമാത്രം കൽപ്പിച്ചാൽ എന്റെ ബാല്യക്കാരന് സൗഖ്യം വരും. ഞാനും അധികാരത്തിൻ കീഴുള്ള മനുഷ്യൻ ആകുന്നു. എന്റെ കീഴിൽ പടയാളികൾ ഉണ്ട്. ഞാൻ ഒരുവനോട് പോക എന്ന് പറഞ്ഞാൽ പോകുന്നു, മറ്റൊരുത്തനോട് വരിക എന്ന് പറഞ്ഞാൽ വരുന്നു. എന്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അത് കേട്ടിട്ട് യേശു അതിശയിച്ചു. പിൻചെല്ലുന്നവരോട് പറഞ്ഞത്, ഇസ്രായേലിൽ കൂടെ ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല എന്ന് ഞാൻ സത്യമായിട്ടു നിങ്ങളോട് പറയുന്നു. യേശുവിനെപ്പോലുള്ള മഹാനും പരിശുദ്ധനുമായവൻ തന്റെ ദാസനെ സുഖപ്പെടുത്താൻ തന്റെ വീട് സന്ദർശിക്കുമെന്നതിൽ ശതാധിപൻ വളരെ ബഹുമാനവും നന്ദിയും തോന്നി. എന്റെ കീഴിൽ പടയാളികൾ ഉണ്ട്. ഞാൻ ഒരുവനോട് പോക എന്ന് പറഞ്ഞാൽ പോകുന്നു, മറ്റൊരുത്തനോട് വരിക എന്ന് പറഞ്ഞാൽ വരുന്നു. കർത്താവേ, നീ എന്റെ പുരയ്ക്കകത്തു വരുവാൻ ഞാൻ യോഗ്യനല്ല. ഒരു വാക്കുമാത്രം കൽപ്പിച്ചാൽ എന്റെ ബാല്യക്കാരന് സൗഖ്യം വരും എന്ന് ആ ശതാധിപൻ പറഞ്ഞു. യേശു ഇസ്രായേലിൽ പലരെയും കണ്ടുമുട്ടിയെങ്കിലും അവരിൽ ഭൂരിഭാഗവും അവിടുത്തെ ശരിയായി മനസ്സിലാക്കുവാനും അവനെ സ്വീകരിക്കുവാനും പരാജയപ്പെട്ടു. അതുകൊണ്ട് അത് കേട്ടിട്ട് യേശു അതിശയിച്ചുകൊണ്ട്, ഇസ്രായേലിൽ കൂടെ ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല എന്ന് ഞാൻ സത്യമായിട്ടു നിങ്ങളോട് പറയുന്നു എന്ന് അവിടുന്ന് പറഞ്ഞു. അവനെ നിന്ദിക്കുകയും പീഡിപ്പിക്കുകയും നിരസിക്കുകയും ചെയ്തവർ ഉണ്ടായിരുന്നു. എന്നാൽ പലരും അവനെ ഇതുപോലെ സ്വീകരിച്ചില്ല. ദൈവം ഈ ഭൂമിയിൽ വന്നിട്ടും മിക്ക ആളുകളും പ്രതികരിച്ചത് ഇങ്ങനെയാണ്. ബാഹ്യമായി അനേകർക്ക് വിശ്വാസമുണ്ടെന്ന് തോന്നും. എന്നാൽ അവരെ നേരിട്ട് കണ്ടുമുട്ടുവാൻ ദൈവം ജഡത്തിൽ ഈ ഭൂമിയിലേക്ക് വന്ന ഉടനെ അവരുടെ യഥാർത്ഥ വിശ്വാസം വെളിപ്പെട്ടു. ഉപ്പുവെള്ളത്തെയും ശുദ്ധജലത്തെയും കുറിച്ച് ചിന്തിക്കുക. രണ്ടും അവയുടെ ദ്രാവകാവസ്ഥയിലായിരിക്കുമ്പോൾ ഏതാണ് ഉപ്പുവെള്ളം, ഏതാണ് ശുദ്ധജലം എന്ന് പറയാൻ പ്രയാസമാണ്. ഒരു വ്യത്യാസവും ഇല്ലെന്ന് തോന്നും. എന്നിരുന്നാലും അവയെ കുറേ സമയം സൂര്യന്റെ മുന്നിൽ വയ്ക്കുകയാണെങ്കിൽ ശുദ്ധജലം ആവിയായി പോകുന്നു. എന്നാൽ ഉപ്പുവെള്ളത്തിന് എന്താണ് സംഭവിക്കുന്നത്? ഇത് വെളുത്ത ഉപ്പിന്റെ പരലുകളായി മാറുന്നു. അതുപോലെ തന്നെ വിശ്വാസമുള്ളവരും അതിന്റെ രൂപമുള്ളവരും തമ്മിൽ വ്യത്യാസമുണ്ട്. യേശുവിന്റെ ശിരസിൽ പരിമളതൈലം ഒഴിച്ച സ്ത്രീയെയും യേശുവിനെ ബഹുമാനിച്ച ശതാധിപനെയും പരിഗണിക്കുക. ഈ ആളുകളെപ്പോലെ അവിടുത്തെ ആരാധിച്ചവരും ഉണ്ടായിരുന്നു. അതേസമയം അസംഖ്യം ആളുകൾ യേശുവിനെ നിന്ദിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തു.
ആത്യന്തികമായി ദൈവം ആർക്കാണ് പരിശുദ്ധാത്മാവിനെ നൽകുക? ഈ ചരിത്രം പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നും അത് ഇന്ന് നമുക്ക് കൈമാറപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നും നാം ശരിയായി തിരിച്ചറിയേണ്ടതുണ്ട്. ചിലർ യേശുവിനെ നിസ്സംഗതയോടെ നോക്കി. ഈ ഭൂമിയിൽ വിവിധതരം ആളുകളുണ്ട്. പരിശുദ്ധാത്മാവിൽ വഹിക്കപ്പെട്ടുകൊണ്ട് ജീവിച്ച ആളുകളെക്കുറിച്ച് ചരിത്രത്തിൽ നിന്ന് കാണാൻ സാധിക്കുന്നതുവഴി അവരുടെ എല്ലാ പ്രാഥമിക വിശ്വാസ പ്രവർത്തനങ്ങളും വിശ്വാസത്തിന്റെ പാതയും നാം പിന്തുടരണം. നമുക്ക് മത്തായി 9-ാം അധ്യായം നോക്കാം. നമുക്ക് മത്തായി 9-ാം അധ്യായം 18-ാം വാക്യം നോക്കാം. അവൻ ഇങ്ങനെ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രമാണി വന്ന് അവനെ നമസ്കരിച്ചു. എന്റെ മകൾ ഇപ്പോൾ തന്നെ കഴിഞ്ഞുപോയി, എങ്കിലും നീ വന്ന് അവളുടെ മേൽ കൈവച്ചാൽ അവൾ ജീവിക്കും എന്നു പറഞ്ഞു. യേശു എഴുന്നേറ്റ് ശിഷ്യന്മാരുമായി അവന്റെ കൂടെ ചെന്നു. അന്നു 12 സംവത്സരമായിട്ടു രക്തസ്രവമുള്ളൊരു സ്ത്രീ അവന്റെ വസ്ത്രം മാത്രം ഒന്നു തൊട്ടാൽ എനിക്കു സൗഖ്യം വരും എന്ന് ഉള്ളം കൊണ്ട് പറഞ്ഞു. പിറകിൽ വന്ന് അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടു. യേശു തിരിഞ്ഞ് അവളെ കണ്ടപ്പോൾ, മകളെ, ധൈര്യപ്പെടുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു എന്ന് പറഞ്ഞു. ആ നാഴിക മുതൽ സ്ത്രീക്ക് സൗഖ്യം വന്നു. മറ്റുള്ളവർ യേശുവിനെ പരിഹസിക്കുകയും അപകീർത്തിപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ ഈ സ്ത്രീ വ്യത്യസ്തയായിരുന്നു. യേശുവിന്റെ വസ്ത്രം തൊട്ടാൽ താൻ സൗഖ്യം പ്രാപിക്കുകയും രക്ഷ പ്രാപിക്കുകയും ചെയ്യുമെന്ന് അവൾക്ക് ബോധ്യമുണ്ടായിരുന്നു. ദൈവം ജഡത്തിൽ ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ തന്റെ കുട്ടിക്കാലത്ത് അവിടുന്ന് എല്ലാത്തരം ആളുകളെയും കണ്ടുമുട്ടി. അവിടുത്തെ സ്വീകരിച്ചവരും അവിടുത്തെ നിന്ദിച്ചവരും തള്ളിക്കളഞ്ഞവരും പരിഹസിക്കുകയും ചെയ്തവരും ഉണ്ടായിരുന്നു. അപ്പോൾ ദൈവം ആർക്കാണ് പരിശുദ്ധാത്മാവിനെ ചൊരിയുന്നത്? ഇന്ന് നാം പിന്മഴയുടെ പരിശുദ്ധാത്മാവിനെ മാത്രമല്ല ചോദിക്കേണ്ടത്, ആദിമസഭയുടെ ചരിത്രത്തിലൂടെയും നമ്മുടെ വിശ്വാസം വീണ്ടും സംഘടിപ്പിക്കുകയും വേണം, ശരിയല്ലേ? ദൈവം ജഡത്തിൽ ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ അവിടുന്ന് പലതരത്തിലുള്ള ആളുകളെ കണ്ടുമുട്ടി. ശതാധിപനും യേശുവിന് പരിമളതൈലം നൽകിയ സ്ത്രീക്കും രക്തസ്രാവം അനുഭവിച്ച സ്ത്രീക്കും അല്ലാതെ മറ്റാർക്കാണ് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ കഴിഞ്ഞത്? ദൈവം ജഡത്തിൽ വന്നപ്പോൾ യൂദാ ഇസ്കറിയോത്ത്, പത്രോസ്, മറ്റ് ശിഷ്യന്മാർ, പീലാത്തോസ്, മഹാപുരോഹിതൻ, യേശുവിനെ ബന്ധനം ചെയ്യാൻ വന്ന മഹാപുരോഹിതന്റെ ദാസന്മാർ എന്നിങ്ങനെ എല്ലാത്തരം ആളുകളെയും കണ്ടുമുട്ടി. അവരുടെ പാപങ്ങൾക്ക് ഇനിമേൽ ഒഴികഴിവ് പറയാൻ കഴിയാത്ത വിധം ദൈവം എല്ലാത്തരം ആളുകളെയും കണ്ടുമുട്ടി. നാം സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ ദൈവം ജഡത്തിൽ വന്ന് എല്ലാവരെയും കണ്ടുമുട്ടുകയും അവിടുത്തെ രൂപം, പ്രവർത്തനങ്ങൾ, പരിസ്ഥിതി എന്നിവ മനസ്സിലാക്കുകയും ചെയ്യുന്നതെങ്ങനെയെന്ന് നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെ ചെയ്യുമ്പോൾ നാം നമ്മെ തന്നെ അവരുമായി താരതമ്യപ്പെടുത്തേണ്ടതുണ്ട്. ആത്മാവിനോടും മണവാട്ടിയോടും നാം എങ്ങനെയാണ് പെരുമാറുന്നത്? നമുക്ക് 15-ാം അധ്യായത്തിലേക്ക് പോകാം. നമുക്ക് മത്തായി 15-ാം അധ്യായം 21-ാം വാക്യം നോക്കാം. 21-ാം അധ്യായത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: യേശു അവിടം വിട്ടു സോർ, സീദോൻ എന്ന പ്രദേശങ്ങളിലേക്ക് വാങ്ങിപ്പോയി. ആ ദേശത്തുനിന്ന് ഒരു കനാന്യ സ്ത്രീ വന്ന് അവനോട്, കർത്താവേ, ദാവീദുപുത്ര, എന്നോട് കരുണ തോന്നേണമേ, എന്റെ മകൾക്കു ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. അവൻ അവളോട് ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല. അവന്റെ ശിഷ്യന്മാർ അടുക്കെ വന്നു. അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചുകൊണ്ടുവാറുന്നു, അവളെ പറഞ്ഞേക്കണമേ എന്ന് അവനോട് അപേക്ഷിച്ചു. അതിന് അവൻ, ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് ഉത്തരം പറഞ്ഞു.
എന്നാൽ അവൾ വന്നു, കർത്താവേ, എന്നെ സഹായിക്കണമേ എന്നു പറഞ്ഞ് അവനെ നമസ്കരിച്ചു. അവനോ, മക്കളുടെ അപ്പം എടുത്തു നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നതു നന്നല്ല എന്ന് ഉത്തരം പറഞ്ഞു. അതിന് അവൾ, അതേ കർത്താവേ, നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്നു വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്നു പറഞ്ഞു. യേശു അവളോട്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്കു ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ആ നാഴിക മുതൽ അവളുടെ മകൾക്കു സൗഖ്യം വന്നു. സുവിശേഷവുമായി ബന്ധപ്പെട്ട നിരവധി പ്രവൃത്തികൾ യേശു നിർവഹിച്ചപ്പോൾ പലരും അവിടുത്തെ പരിഹസിച്ചു. എന്നാൽ ജഡത്തിൽ വന്ന ക്രിസ്തുവിനെ സത്യദൈവമായി തിരിച്ചറിഞ്ഞ ചുരുക്കം ചിലരും ഉണ്ടായിരുന്നു. കനാന്യ സ്ത്രീ അവരിലൊരാളായിരുന്നു. മക്കളുടെ അപ്പം എടുത്തു നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നതു നന്നല്ല എന്ന് ഉത്തരം പറഞ്ഞു. ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് യേശു പറഞ്ഞു. അതിന് ആ സ്ത്രീ, അതെ കർത്താവേ, പക്ഷേ നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്നു വീഴുന്ന നുറുക്കുകൾ അല്ലേ തിന്നത് എന്നു പറഞ്ഞു. ഒരാൾ തെറ്റിദ്ധരിച്ചാൽ, ഓ, യേശു എന്നെ വളരെയധികം നിന്ദിക്കുന്നില്ലേ, അവന് അത് എങ്ങനെ പറയാൻ കഴിയും എന്ന് പറഞ്ഞ് അവർ അവിടെ നിന്ന് പേയാകുമായിരുന്നു. എങ്കിലും ആ സ്ത്രീ, കർത്താവേ, അങ്ങ് പറഞ്ഞത് ശരിയാണ്. ഞങ്ങൾ പാപത്തിൽ ജനിച്ചു, അങ്ങ് ഈ ഭൂമിയിലേക്ക് വന്നത് മനുഷ്യരാശിയെ രക്ഷിക്കാനാണ്. അങ്ങ് എന്നെ ഒരു മൃഗത്തോട് ഉപമിച്ചാലും അങ്ങയുടെ വാക്കുകൾ സത്യവും ശരിയും ആകുന്നു. എന്നിരുന്നാലും നായ്ക്കൾക്കുപോലും തങ്ങളുടെ യജമാനന്റെ മേശയിൽ നിന്നു വീഴുന്ന അഭക്ഷണങ്ങളുടെ കൃപ ലഭിക്കുന്നു എന്ന് പറഞ്ഞു. ഈ വിധത്തിൽ അവൾ സ്വയം കൂടുതൽ താഴ്ത്തുകയും യേശു ആത്യന്തികമായി അവളെ അനുഗ്രഹിക്കുകയും ചെയ്തു. സ്ത്രീയെ, നിനക്ക് വലിയ വിശ്വാസമുണ്ട് എന്ന് യേശു പറഞ്ഞു. സാധാരണയായി ഒരാൾ ദേഷ്യപ്പെട്ടുകൊണ്ട് അവിടുത്തെ വിട്ടുപോകുമായിരിക്കാം. എന്നിരുന്നാലും നായ്ക്കൾ പോലും യജമാനന്റെ മേശയിൽ നിന്ന് വീഴുന്ന അഭക്ഷണങ്ങളെ തിന്നുന്നു എന്ന് ആ സ്ത്രീ പറഞ്ഞു. ഈ സ്ത്രീയുടെ പ്രതികരണവും അവളുടെ വിശ്വാസവും നാം സൂക്ഷ്മമായി പരിശോധിക്കണം. ദൈവത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ ഇവർ യോഗ്യരല്ലേ? ഞാനും പിതാവും ഒന്നാണ്, അല്ലെങ്കിൽ ഞാൻ ആണ് ദൈവം എന്ന് യേശു പറഞ്ഞപ്പോൾ യഹൂദന്മാർ എങ്ങനെയാണ് പ്രതികരിച്ചത്? അവർ അവനെ കല്ലെറിയാൻ ശ്രമിച്ചു. പിന്നീട് ഇസ്രായേല്യർ കവർച്ചക്കാരനായ ബറബ്ബാസിനെ വിട്ടേക്കുകയും യേശുവിനെ ക്രൂശിക്കുകയും ചെയ്യുക എന്നും ആക്രോശിച്ചു. അങ്ങനെ അവനെ ക്രൂശിക്കുന്നതിന്റെ കുറ്റം ഞങ്ങളുടെയും ഞങ്ങളുടെ മക്കളുടെയും മേൽ ആയിരിക്കട്ടെ എന്ന് അവർ പറഞ്ഞു. ജഡത്തിൽ ഈ ഭൂമിയിലേക്ക് വന്ന യേശുവിനോട് അവർ എത്ര കഠിനമായാണ് പെരുമാറിയത്! അവിടുത്തോട് ആദരവോടെ പെരുമാറുന്നതിനുപകരം അവർ അവിടുത്തോട് നിന്ദയോടെ പെരുമാറി. എന്നിരുന്നാലും യേശുവിന് പരിമളതൈലം നൽകിയ സ്ത്രീ, ശതാധിപൻ, രക്തസ്രാവം അനുഭവിച്ച സ്ത്രീ, കനാന്യ സ്ത്രീ എന്നിവരെ പോലെ അവിടുത്തെ ഉചിതമായി സ്വീകരിച്ച ചുരുക്കം ചില ആളുകളും ഉണ്ടായിരുന്നു. കുട്ടികളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് എറിയുന്നത് ശരിയല്ല എന്ന് അവളോട് പറഞ്ഞെങ്കിലും നായ്ക്കൾ പോലും അഭക്ഷണങ്ങൾ തിന്നുന്നു എന്ന് അവൾ പ്രതികരിച്ചു. എന്തുകൊണ്ടാണ് ഈ ഉള്ളടക്കം സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്? അതിന്റെ പിന്നിലെ കാരണങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. രക്ഷയുടെ കാര്യത്തിൽ ബൈബിൾ നമ്മെ എന്തായി മാറ്റുന്നു? അത് നമ്മെ രക്ഷയ്ക്കായി ജ്ഞാനികളാക്കുന്നു. നമുക്ക് ജ്ഞാനം കുറവാണെങ്കിൽ ബൈബിളിലൂടെ നാം ജ്ഞാനം കണ്ടെത്തണം. ഇവരെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരായിരുന്നു. മറുവശത്ത് യേശുവിന്റെ രക്തം തങ്ങളോടും അവരുടെ മക്കളോടും ആയിരിക്കണമെന്ന് ആവശ്യപ്പെടുകയും അവനെ ക്രൂശിക്കുകയും ചെയ്തവരെല്ലാം നശിപ്പിക്കപ്പെട്ടു. നമുക്ക് ഇതിനെക്കുറിച്ച് നല്ല ബോധമുള്ളതല്ലേ? ബൈബിളിലൂടെ നാം അത്തരം ജ്ഞാനം പഠിക്കേണ്ടതല്ലേ? നമുക്ക് ലൂക്കോസ് 19 അധ്യായത്തിലേക്ക് കടക്കാം. നമുക്ക് ലൂക്കോസ് 19 അധ്യായം 1 വാക്യം നോക്കാം.
അവൻ യെരിഹോവിൽ എത്തിക്കടന്നു പോകുമ്പോൾ ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായി എന്നു പേരുള്ളൊരു പുരുഷൻ യേശു എങ്ങനെയുള്ളവൻ എന്നു കാണുവാൻ ശ്രമിച്ചു. വളർച്ചയിൽ കുറിയവൻ ആകൊണ്ട് പുരുഷാരം നിമിത്തം കഴിഞ്ഞില്ല. എന്നാറെ അവൻ മുമ്പോട്ട് ഓടി അവനെ കാണേണ്ടതിന് ഒരു കാട്ടത്തിമേൽ കയറി. യേശു ആ വഴിയായി വരികയായിരുന്നു. അവൻ ആ സ്ഥലത്ത് എത്തിയപ്പോൾ മേലോട്ടു നോക്കി, സക്കായിയെ, വേഗം ഇറങ്ങിവാ, ഞാൻ ഇന്നു നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അവനോട് പറഞ്ഞു. അവൻ ബദ്ധപ്പെട്ട് ഇറങ്ങി സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു. കണ്ടവർ എല്ലാം അവൻ പാപിയായ ഒരു മനുഷ്യനോടുകൂടെ പാർപ്പാൻ പോയി എന്ന് പറഞ്ഞു പിറുപിറുത്തു. സക്കായിയോ നിന്ന് കർത്താവിനോട്, കർത്താവേ, എന്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർക്കു കൊടുക്കുന്നുണ്ട്. വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങു മടക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇവനും അബ്രാഹാമിന്റെ മകൻ ആകയാൽ ഇന്ന് ഈ വീട്ടിന് രക്ഷ വന്നു. സക്കായി ഒരു മുഖ്യ ചുങ്കക്കാരനായിരുന്നു. അവനെ സമൂഹത്തിൽ ഒരു നല്ല വ്യക്തിയായി കണക്കാക്കിയിരുന്നില്ല. അക്കാലത്ത് ഇസ്രായേൽ റോമിന്റെ ഒരു പ്രജാസംസ്ഥാനമായിരുന്നതുകൊണ്ടല്ലേ അത്. അവൻ ഇസ്രായേല്യരിൽ നിന്ന് നികുതി പിരിക്കുകയും റോമൻ സാമ്രാജ്യത്തിന് കൈമാറുകയും ചെയ്തു. ഇക്കാരണത്താൽ ജനം അവനെ ഒരു തെറ്റായ രീതിയിൽ കണ്ടു. അവന്റെ സ്ഥാനം അങ്ങനെയാണെങ്കിലും യേശു അവനെ ശ്രദ്ധിക്കുകയും ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ താമസിക്കും എന്ന് പറയുകയും ചെയ്തു. ഇത് കേട്ട് സക്കായി അത്യധികം സന്തോഷിച്ചു. ഓ, യേശു എന്റെ വീട്ടിൽ താമസിക്കുകയാണെങ്കിൽ അനേകം ആളുകൾ അവനെ അനുഗമിക്കും. അവരെയെല്ലാം ശുശ്രൂഷിക്കുന്നത് വളരെയധികം ജോലിയാണ് എന്ന് ചിലർ ചിന്തിച്ചിരിക്കാം. യേശുവിനെ ശരിയായി മനസ്സിലാക്കാത്തവർ അങ്ങനെ ചിന്തിക്കുമായിരുന്നു. എന്നാൽ സക്കായി സന്തോഷത്താൽ നിറഞ്ഞു. യേശു തന്റെ വീട്ടിലേക്ക് വരുന്നതു കണ്ട് അവൻ സന്തോഷിച്ചു. കർത്താവേ, ഇതാ, എന്റെ സ്വത്തിന്റെ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ബൈബിളിലുടനീളം യേശുവിനെ ബഹുമാനിച്ച ഈ ആളുകളുടെ കാര്യം പരിഗണിക്കുക. അവരോട് എങ്ങനെയാണ് യേശു പ്രതികരിച്ചത്? ഈ വീട്ടിലേക്ക് എന്താണ് വന്നത്? യേശു അവനോട്, ഇന്ന് ഈ വീട്ടിന് രക്ഷ വന്നു എന്ന് പറഞ്ഞു. രക്ഷയ്ക്കായി പല വ്യവസ്ഥകളും ഉണ്ടായിരിക്കാം. എന്നാൽ യേശുവിന്റെ വലതുവശത്തുള്ള കള്ളനോട്, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിൽ ആയിരിക്കും, അല്ലെങ്കിൽ സക്കായിനോട്, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ വന്നിരിക്കുന്നു എന്ന് യേശു നൽകിയ അനുഗ്രഹവാക്കുകളെക്കുറിച്ച് ചിന്തിക്കുക. സാധാരണയായി ആളുകൾ നോക്കുമ്പോൾ അവയെ ചില നല്ല വാക്കുകളായി കണക്കാക്കും. എന്നാൽ ദൈവം നമുക്ക് നൽകുന്ന എല്ലാ വാക്കുകളും എന്താണ്? ഓരോ വാക്കും തീർച്ചയായും പൂർത്തീകരിക്കപ്പെടും. ഇത് എല്ലായ്പ്പോഴും നാം മനസ്സിൽ സൂക്ഷിക്കേണ്ടതല്ലേ? പരിമളതൈലം പകർന്ന സ്ത്രീ, ശതാധിപൻ, രക്തസ്രാവം അനുഭവിച്ച സ്ത്രീ സക്കായി എന്നിങ്ങനെ പല ആളുകൾ ഉണ്ടായിരുന്നു. മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് ഇട്ടുകൊടുക്കുന്നത് ശരിയല്ല എന്ന് കനാന്യ സ്ത്രീയോട് പറഞ്ഞെങ്കിലും അതെ കർത്താവേ എന്ന് അവൾ മറുപടി നൽകി. യേശു ആരാണെന്ന് അവൾ ശരിയായി മനസ്സിലാക്കി. പുത്രന്റെ യുഗത്തിൽ യേശുവിനെ ശരിയായി സ്വീകരിച്ചവർക്ക് ദൈവം പരിശുദ്ധാത്മാവും അനുഗ്രഹങ്ങളും നൽകി. അവിടുത്തെ ശരിയായി അറിയുവാനുള്ള ജ്ഞാനം പോലും അവിടുന്ന് അവർക്ക് നൽകി. ഇന്ന് ജഡത്തിൽ ഈ ഭൂമിയിൽ വന്ന പിതാവും മാതാവും നമ്മെ സുവിശേഷത്തിന്റെ പാതയിൽ നയിക്കുന്നുവെന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പിന്മഴയുടെ പരിശുദ്ധാത്മാവിനെ സമൃദ്ധമായി ഞങ്ങൾക്ക് നൽകണമേ എന്ന് അന്ധമായി ചോദിക്കരുത്. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നതിനുള്ള വ്യവസ്ഥകളെക്കുറിച്ച് പിതാവ് എന്താണ് പറഞ്ഞത്? നാം ആദ്യം ദൈവത്തെ അറിയണമെന്ന് അവിടുന്ന് പറയുന്നില്ലേ? ഈ ജനം ദൈവത്തെ അറിഞ്ഞതുകൊണ്ട് അവർ ദൈവത്തെ ശരിയായി സ്വീകരിച്ചു. മറുവശത്ത് യേശുവിനെ അറിയാത്തവർ അവനെ കല്ലെറിയാൻ ശ്രമിക്കുകയും ക്രൂശിക്കുകയും ചെയ്തു. ഇന്ന് നമുക്ക് നമ്മോടുകൂടെ വസിക്കുന്ന ദൈവത്തെക്കുറിച്ച് ചിന്തിക്കാം. ദൈവം സ്വർഗത്തിന്റെ മഹത്വത്തിൽ സിംഹാസനസ്ഥനാക്കപ്പെടണം. എന്നിട്ടും ജഡം ധരിച്ചുകൊണ്ട് നമ്മുടെ രക്ഷയ്ക്കായി ദൈവം ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു.
നമ്മെ സ്വർഗരാജ്യത്തിലേക്ക് നയിക്കുന്നതിനും പ്രവചനം നിറവേറ്റുന്നതിനുമായി ആത്മാവും മണവാട്ടിയും വരൂ എന്ന് പറയുന്നു. സ്വർഗീയ പിതാവും സ്വർഗീയ മാതാവും ജഡത്തിൽ ഈ ഭൂമിയിലേക്ക് വന്ന് നമ്മോടൊപ്പം വസിച്ചു. ശതാധിപനെപ്പോലെ നാം പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുന്നുണ്ടോ? സക്കായിയെപ്പോലെ നാം പിതാവിനെയും മാതാവിനെയും സേവിക്കുന്നുണ്ടോ? ഈ കാര്യങ്ങളെല്ലാം പരിഗണിക്കുന്നതിലൂടെ ജഡത്തിൽ വന്ന ദൈവവും വിശുദ്ധന്മാരും എന്ന ഇന്നത്തെ ശീർഷകത്തെക്കുറിച്ചും ജഡത്തിൽ വന്ന ദൈവവും വിശുദ്ധന്മാരും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും നമുക്ക് ചിന്തിക്കാം. നമുക്ക് മത്തായി 11:2 നോക്കാം. യോഹന്നാൻ കാരാഗൃഹത്തിൽ വച്ച് ക്രിസ്തുവിന്റെ പ്രവൃത്തികളെക്കുറിച്ചു കേട്ടിട്ടു തന്റെ ശിഷ്യന്മാരെ അയച്ചു, വരുവാനുള്ളവൻ നീയോ, ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കുകയോ എന്ന് അവർ മുഖാന്തരം അവനോട് ചോദിച്ചു. യേശു അവരോട്, കുരുടർ കാണുന്നു, മുടന്തർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരായിത്തീരുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയിർക്കുന്നു, ദരിദ്രരോട് സുവിശേഷം അറിയിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് യോഹന്നാനെ ചെന്ന് അറിയിപ്പിൻ. യേശു അവരോട്, കുരുടർ കാണുന്നു, മുടന്തർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരായിത്തീരുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയിർക്കുന്നു, ദരിദ്രരോട് സുവിശേഷം അറിയിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് യോഹന്നാനെ ചെന്ന് അറിയിപ്പിൻ. എന്നാൽ എങ്കൽ ഇടറിപ്പോകാത്തവൻ എല്ലാം ഭാഗ്യവാൻ എന്നുത്തരം പറഞ്ഞു. ആരാണ് ഭാഗ്യവാൻ? എന്നാൽ എങ്കൽ ഇടറിപ്പോകാത്തവൻ എല്ലാം ഭാഗ്യവാൻ എന്നുത്തരം പറഞ്ഞു. ബൈബിളിലെ പ്രവചനം പരിഗണിക്കുക. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിൽ ഇരിക്കും, അവൻ അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനപ്രഭു എന്നു പേർ വിളിക്കപ്പെടും. അവിടുന്ന് ഈ ഭൂമിയിലേക്ക് വന്നത് ശിശുവായും പുത്രനായും ആണെങ്കിലും അവിടുന്ന് ശക്തനായ ദൈവമാണ്, നിത്യപിതാവാണ്. എന്നിട്ടും ചിലർ ദൈവം എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് ആശ്ചര്യപ്പെടുന്നു. എന്തുകൊണ്ടാണ് ദൈവം അങ്ങനെ മാത്രം ചെയ്യുന്നത്? ശരിക്കും ദൈവം അങ്ങനെയാണോ? പലരും സംശയിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു. ഇക്കാരണത്താൽ യേശു എന്താണ് പറഞ്ഞത്? ഏതുതരം ജനങ്ങളാണ് ഭാഗ്യവാന്മാർ? എന്നാൽ എങ്കൽ ഇടറിപ്പോകാത്തവൻ എല്ലാം ഭാഗ്യവാൻ എന്നുത്തരം പറഞ്ഞു. നമ്മുടെ ദൈവത്തിന് ഇവയേക്കാൾ വലിയ പ്രവൃത്തികൾ ചെയ്യാനും മുൻകാല സഭയിൽ സുവിശേഷം പൂർത്തിയാക്കുകയും ചെയ്യും. എന്നിരുന്നാലും സകലവും ബൈബിളിലെ പ്രവചനങ്ങൾക്കനുസൃതമായിരുന്നു. അവിടുന്ന് നമ്മുടെ പാപങ്ങൾക്കുവേണ്ടി പ്രായശ്ചിത്തം ചെയ്യാനുള്ള പാപയാഗമായി ഈ ഭൂമിയിലേക്ക് വന്നു, ക്രൂശിൽ സഹനം സഹിക്കുകയും നിന്ദിക്കപ്പെടുകയും ചെയ്തു. എന്നിട്ടും അവരുടെ ഇടയിൽ അവനെ തിരിച്ചറിഞ്ഞവർ വളരെ ചുരുക്കമായിരുന്നു. അവിടുന്ന് അവരെ തന്റെ പ്രിയപ്പെട്ട ജനമായി ഓരോന്നായി ആലിംഗനം ചെയ്യുകയും അവരെ സത്യത്തിലേക്ക് നയിക്കുകയും ചെയ്തു. അപ്പോൾ നമുക്ക് സ്വയം ചോദിക്കാം, പരിശുദ്ധാത്മാവിന്റെ ഈ യുഗത്തിൽ ആത്മാവും മണവാട്ടിയും ജഡത്തിൽ ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ വിശുദ്ധരായ നാം എങ്ങനെയാണ് ദൈവത്തെ വീക്ഷിക്കേണ്ടത്? കൂടാതെ ദൈവത്തെ സ്വീകരിക്കുന്നതിനുള്ള ശരിയായ മാർഗം എന്താണ്? ഇങ്ങനെ ചെയ്യുന്നതിലൂടെ സിയോനിലെ എല്ലാ മക്കളും ബൈബിൾ മുന്നോട്ടുവച്ച പാതകളെ പരിശോധിക്കുകയും വിശ്വാസത്തിന്റെ ശരിയായ പാതയിൽ നടക്കുകയും വേണം. അത്തരം വ്യക്തികൾക്ക് പരിശുദ്ധാത്മാവ് നൽകപ്പെട്ടിരിക്കുന്നുവെന്ന് ദയവായി ഓർക്കുക. പിതാവിലും മാതാവിലും ശരിയായി വിശ്വസിച്ചുകൊണ്ട് സുവിശേഷം പൂർത്തിയാക്കാൻ നമ്മുടെ എല്ലാ സ്വർഗീയ കുടുംബാംഗങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. ഇതോടെ ഇന്നത്തെ പ്രബോധനം അവസാനിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വളരെയധികം നന്ദി.